Good morning. Good morning. Good morning. ഇന്നാണ് prayer. Prayer ആരാണ്? Prayer ആരാണ് മക്കളെ? God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, you can get over it. So deep, you can get under it. So wide, you can get around it. Oh, wonderful love. Thank you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗുഡ് മാനേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. എന്താണ് ചാപ്റ്റർ പേര്? സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ മീനിങ് പറയണേ? സൂപ്പർവൈസറിനും അതേപോലെ സൂപ്പർ വിഷൻ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മേൽനോട്ടം വഹിക്കുക. അതെ, മേൽനോട്ടം വഹിക്കുക. ഒരാളൊരു കാര്യം ചെയ്യുമ്പോ അതൊന്ന് മാറി നിന്നോണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക. അവരെന്താണ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെ എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രയാണ് എന്ത് പറയുന്നത് സൂപ്പർവിഷൻ എന്നാല്. സൂപ്പർവിഷൻ ഇസ് എ പ്ലാൻഡ് പ്രോഗ്രാം ആണ്. നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രോഗ്രാം ആണ് എന്ത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ അതിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒക്കെ നമ്മൾ കൊടുക്കും. ഇന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊക്കെ പറയും. Supervision is a planned program for the improvement of instruction. Effective supervision has a constitutional base. Effective guidance is creative. നമ്മൾ എഫക്റ്റീവ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ഗൈഡൻസും അവരുടെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. കുട്ടികൾ എങ്ങനെയാണ്? കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യരുത്? അവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ മാറി നിന്നിട്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യാം. എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്കുകൾ തോന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റിന്റെ വല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മാറി നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അവരാകുന്നത് എന്ത് ചെയ്യാം? ഒരു സൂപ്പർവൈസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും ഒരു നല്ല സൂപ്പർവൈസർ ആയിരിക്കണം. അവരിൽ ഒരു മേൽനോട്ടം വഹിക്കണം. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ അവരിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്ത് പറ്റാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്? ചെറിയ ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കൊടുക്കണം. A supervisor is a person responsible for working with others to increase effectiveness of chapter unit 9 ആണ് സൂപ്പർവൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. Okay. A supervisor is a person responsible for working with others to increase effectiveness of teaching and learning situation. നമ്മൾ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളത് നല്ലതായിരിക്കും. പാർട്ട് 4 ആണ്.
സൂപ്പർവൈസർ ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ HM ഒക്കെ ആയിരിക്കും നമ്മുടെ സൂപ്പർവൈസേഴ്സ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ചുമ്മാ ഒരു വരാന്തയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും പേടിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കും, വർത്താനൊന്നും പറയില്ല. എന്താണ് ഒന്നാമത് നമ്മുടെ ടീച്ചർക്ക് കംപ്ലൈന്റ് വരും, അതുകൂടാണ്ട് നമുക്ക് ക്ലാസ്സിനും കംപ്ലൈന്റ് വരും. ഈ HM ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്താവും, പേടിച്ചിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും ഇല്ലേ? നമുക്ക് ഓർമ്മയില്ല അതൊന്നും, നമ്മൾ വർത്താനൊന്നും പറയില്ല. കാരണം എന്താണ്, ഞങ്ങൾക്ക് അതേപോലെ തന്നെ ആയിരുന്നു പ്രിൻസിപ്പാൾ പോലെ തന്നെ ആയിരുന്നു PET-യുടെ മിസ്സും അങ്ങനെ പോകുമ്പോൾ വരാന്തി കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, മിസ്സിനെ ഭയങ്കര പേടിയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പുള്ളിക്കാരത്തെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മിണ്ടൂല, ഒരു ശബ്ദം ഉണ്ടാക്കില്ല. ശബ്ദം ഉണ്ടാക്കിയാൽ ഒരു നോട്ടം വന്ന് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് പുള്ളിക്കാരത്തിന്. അപ്പം ചില കാര്യങ്ങളിൽ സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അച്ചടക്കത്തിന്റെ കാര്യമാവട്ടെ, കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, അച്ചടക്കം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സൂപ്പർവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. The primary aim of guidance is to help the teachers become self-directive. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിനെ സെൽഫ് ഡയറക്റ്റീവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ്. നമ്മളിപ്പോ സൂപ്പർവിഷൻ നല്ല കൺട്രോളുള്ള സൂപ്പർവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് നമുക്കത് മുന്നോട്ട് വെക്കാനായിട്ട് പറ്റും. Supervision function less as overseer and inspector and more as a group leader. നമ്മളിപ്പോ സൂപ്പർവിഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഒരു ഓവർസിയർ ആണ്, മാറി നിന്നുകൊണ്ട് ഒരാളെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് ലീഡറിന്റെ ഒരു ക്വാളിറ്റി ആണ്. നമ്മുടെയൊക്കെ പ്രിൻസിപ്പാൾ ആവട്ടെ അല്ലെങ്കിൽ HM ആവട്ടെ ഹെഡ് മാസ്റ്റർ ആവട്ടെ, നമ്മളെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ സ്കൂളിലെ അച്ചടക്കം നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഭയമുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ലീഡർ ആയിട്ട്, ടീച്ചേഴ്സിന്റെ ഒക്കെ ലീഡർ ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നതാണ്. സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ്. ഇനി എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സൂപ്പർവിഷൻ വർക്ക് through and with the others to develop the quality of activity they perform. സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താനും ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ് സൂപ്പർവിഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ ദ ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ. നമുക്ക് നല്ല രീതിയിൽ സൂപ്പർവിഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പാർട്ടിസിപ്പേഷൻ കൂടി വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സൂപ്പർവിഷന്റെ കാര്യമാണ്. നമ്മൾ ഗുഡ് മാനേഴ്സും എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു സ്കൂളിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പോർട്ടന്റ് ആണ്, സൂപ്പർവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ഓവറോൾ എല്ലാ ആക്ടിവിറ്റീസും ഒബ്സർവ് ചെയ്യാനും അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരാൾ വേണം. നമ്മളെ സംബന്ധിച്ച് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കും ആ ഒരു പേഴ്സൺ ആയിട്ട് വന്നത്. അപ്പൊ HM ആയിരിക്കണം ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പൊ HM ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ടീച്ചേഴ്സ് എങ്ങനെയാണ് കുട്ടികളോട് ടീച്ച് ചെയ്യുന്നത്, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, കുട്ടികളെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, ഗുഡ് മാനേഴ്സ് ഒക്കെയാണോ ഫോളോ ചെയ്യുന്നത്, ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, ഗുഡ് സൂപ്പർവൈസറിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ആണ് പറയണത്. എന്തെല്ലാം ടെക്നിക്സ് ആണ് സൂപ്പർവിഷനിലുള്ളത്. ഗുഡ് സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ. നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നും കൂടി ഉള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർവിഷൻ എന്താക്കാൻ പറ്റുള്ളൂ, പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ടീച്ചേഴ്സ് മാറി നിൽക്കാണ്, ഇതിലൊന്നും ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുടെ എന്ത് പോവുകയാണ്, ഡിസിപ്ലിനും അതേപോലെ കുട്ടികളും എന്തായി പോവുകയാണ്, സൂപ്പർവിഷൻ കിട്ടാതെ പോവാണ്. അപ്പൊ ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് പ്ലാൻഡ് സൂപ്പർവിഷൻ ആണ്. അപ്പൊ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് സൂപ്പർവിഷൻ വഴി നടത്തുന്നത്. ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ് ക്യാൻ ബി സൂപ്പർവൈസ്ഡ് ഇൻ 3 ways. അപ്പൊ ടീച്ചേഴ്സും കുട്ടികളും 3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർവിഷൻ നടത്താനായിട്ട് പറ്റും. 3 രീതിയിൽ നമുക്ക് സൂപ്പർവിഷൻ നടപ്പിലാക്കാൻ പറ്റും. സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്, ജസ്റ്റ് വിസിറ്റ്, ഞാൻ പറഞ്ഞിട്ടില്ലേ
വരാന്തയിൽ കൂടി ഇങ്ങനെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ പോവാറുണ്ട്, എല്ലാ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട്. ഒരു വടിയൊക്കെ പിടിച്ചിട്ട്, പഴയ ഹെഡ് മാസ്റ്റർ ഒക്കെ ഉണ്ട് ഞാൻ പറയണത്, ഒരു വടിയൊക്കെ പിടിച്ചിട്ട് പോരുന്ന കാലം നമുക്ക് ഓർമ്മയില്ലേ? അല്ലെങ്കിൽ വേണ്ട, വടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷന്റെ വിസിറ്റ് പോലെ ഹെഡ് മാസ്റ്റർ വരാന്തയിൽ കൂടി ഒന്ന് നടക്കാന്ന് വിചാരിക്കും. അതാണ് ഏത് സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്. The headmaster can make observational visit if they result in developing teaching and learning. കുട്ടികൾ പഠിക്കുന്ന സമയത്തും അത് ലേൺ ചെയ്യുന്ന സമയത്തും ജസ്റ്റ് ഒരു ഒബ്സർവേഷണൽ വിസിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ് എന്ന് പറയുന്നത്. ദെൻ സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ് വെച്ചാല് നമ്മൾ ഹെഡ് മാസ്റ്റേഴ്സ് ക്യാൻ ഇൻഡിവിജ്വൽ ഡിസ്കഷൻ വിത്ത് ടീച്ചേഴ്സ് in order to analyze and solve these problems. അപ്പൊ ചില ക്ലാസ്സുകളിൽ നമുക്കറിയാം എല്ലാ കുട്ടികളും നല്ല കുട്ടികളാവണമെന്നില്ല. ചില ക്ലാസ്സിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്ന, ബഹളത്തിക്കുന്ന, ടീച്ചേഴ്സിനെ ഒന്നും ബഹുമാനിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഹെഡ് മാസ്റ്റേഴ്സിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രശ്നം എന്ന് അനലൈസ് ചെയ്ത് അതിനുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഇപ്പൊ എനിക്ക് എന്റെ ക്ലാസ്സിലെത്തുന്ന കുട്ടികളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ HOD, നമുക്ക് ഇവിടെ അങ്ങനെയാണല്ലോ, HOD നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞങ്ങൾ അത് സംസാരിച്ച് എന്താണ് പ്രശ്നം എന്നുള്ളത് സോൾവ് ചെയ്യും. ഇനി സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്, നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ വയ്ക്കാറുണ്ട്. എല്ലാ ടീച്ചേഴ്സിന്റെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ, ഇനി എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ടീച്ചേഴ്സ് മീറ്റിംഗ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഹെഡ് മാസ്റ്റേഴ്സ് ക്യാൻ ഹാവ് എ ഗ്രൂപ്പ് കോൺഫറൻസ് ഇഫ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് അറൌണ്ട് ടീച്ചേഴ്സ് പ്രോബ്ലംസ്. ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് കോൺഫറൻസ് വെച്ച് എല്ലാ ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അവർക്ക് അതിനോടുള്ള അഭിപ്രായങ്ങളും സൊല്യൂഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിറൈവ് ചെയ്യും. ഇതാണ് 3 രീതിയിലാണ് നമുക്ക് സൂപ്പർവിഷൻ ടെക്നിക്സ് ഉള്ളത്. ഫസ്റ്റത്തെ ഒബ്സർവേഷണൽ വിസിറ്റ് ആണ്, സെക്കൻഡ് ഇൻഡിവിജ്വൽ കോൺഫറൻസ് ആണ്, തേർഡ് ഗ്രൂപ്പ് കോൺഫറൻസ് ആണ്. ഒബ്സർവേഷണൽ വിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും, ഒബ്സർവേഷണൽ വിസിറ്റ് നടത്താറുണ്ട്. എന്ന് വെച്ചാൽ സാധാരണയായിട്ടൊരു വിസിറ്റ് ഓരോ ക്ലാസ്സുകളിലാവട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് അവർ വരാന്തയിൽ കൂടെ നടന്നാൽ മതി, അല്ലെങ്കിൽ ക്ലാസ് വിസിറ്റ് ഒക്കെ നടത്തും. ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ കോൺഫറൻസ് നടത്താറുണ്ട്. ഇനി പൊതുവായിട്ടുള്ള ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് കോൺഫറൻസുകൾ നടത്താറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എടുത്തത് സൂപ്പർവിഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാ ഒരു ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ഗുഡ് സൂപ്പർവിഷന്റെ കുറവുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് നമ്മുടെ എന്താ പറയാ ഭയങ്കരമായിട്ട് അത് നമ്മുടെ ഇതിന് നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് അത് വളരെയധികം ബാധിക്കും. ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ച് ഗുഡ് സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൊ ഒരു സൂപ്പർവിഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂപ്പർവിഷൻ ഒരു ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗുഡ് സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എപ്പോഴും ഗുഡ് സൂപ്പർവിഷൻ എങ്ങനെയായിരിക്കും, പ്ലാൻഡ് സൂപ്പർവിഷൻ ആയിരിക്കും. അതേപോലെ തന്നെ 3 രീതിയിൽ നമുക്ക് ഗുഡ് സൂപ്പർവിഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒബ്സർവേഷൻ വിസിറ്റ്, ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ഗ്രൂപ്പ് കോൺഫറൻസ്. ഇത്രയുമാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും.
വായിച്ചു നോക്കിയോ? ഓക്കെ ഓക്കെ ട്ടാ. അപ്പൊ ഇല്ലേ ഞാൻ ചോദിക്കാണ്, എന്താണ് നിങ്ങൾക്ക് സൂപ്പർവിഷൻ എന്ന് മനസ്സിലായത്? ഇപ്പൊ ഞാൻ വായിച്ചു നോക്കിയതോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതോ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് എന്താണ് സൂപ്പർവിഷൻ എന്ന് മനസ്സിലായത്? ഒരാള് പറയോ? ഒരാള് എന്താണ് സൂപ്പർവിഷൻ എന്നുള്ളത്? ഞാൻ 2 മിനിറ്റ്, 1 മിനിറ്റ് വരും. അതിക്കുള്ളിൽ പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ഒരാളെ വിളിക്കും. മനസ്സിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം പറയട്ടോ. മാം. പറഞ്ഞോട്ടോ. സൂപ്പർവിഷൻ എന്ന് പറയുമ്പം കുട്ടികളെ ഓരോ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുക. അവരുടെ കാര്യങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും അവർ ചെയ്യുന്ന ഇപ്പൊ ഒരു കളികളാവട്ടെ അല്ലെങ്കിൽ ഒരു പഠനമാവട്ടെ, അപ്പൊ അതില് അവരെ വാച്ച് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട്, കുട്ടികളാവുമ്പോൾ പല തെറ്റുകൾ സംഭവിക്കും. അപ്പൊ അവരെ വാച്ച് ചെയ്ത് അവർക്ക് നേരിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയുള്ള ഓരോന്നും എന്ത് കാര്യത്തിലായാലും ഓരോന്നിലും ആ ഒരു സൂപ്പർവിഷൻ ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കണം. അതാണ് മാം എനിക്ക് മനസ്സിലായത്. ടീച്ചേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാൻ ആരുണ്ട്? കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന് സൂപ്പർവൈസർ HM ആയിരിക്കും. HM ഇതുപോലെ ഹെഡ് മിസ്ട്രസോ അല്ലെങ്കിൽ വേറെ പ്രിൻസിപ്പലോ അങ്ങനെ ആരായിരിക്കട്ടെ. അപ്പൊ അവര് ടീച്ചേഴ്സിന് സൂപ്പർവൈസർ ചെയ്യാൻ വേണ്ടിയിട്ട് HM അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന അധ്യാപിക ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ വിളിക്കാട്ടാ. അഖില, മോൻ എന്താ മനസ്സിലായത്? നമ്മൾ എന്തൊരു പ്രോഗ്രാമും പ്ലാൻ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം ആദ്യം സൂപ്പർവൈസർക്ക് ഉണ്ടാവണം. അതിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത്. അതിനുശേഷം ആളാണ് നമുക്ക് എല്ലാവർക്കും അത് ഇന്നതൊക്കെയാണ് അതിന് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ധാരണ തരുന്നത് ആളാണ് സൂപ്പർവൈസർ. നമ്മുടെ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രധാന അധ്യാപക പറഞ്ഞു തരും. അതിനനുസരിച്ച് ടീച്ചേഴ്സ് അത് വർക്ക് ചെയ്യും. ടീച്ചേഴ്സ് സൂപ്പർവൈസർ ആവുന്നത് കുട്ടികളുടെ അടുത്താണ്. പിന്നെ ഇതിന് മൂന്ന് ടീച്ചേഴ്സ് ആൻഡ് പീപ്പിൾസ് ക്യാൻ ബി സൂപ്പർവൈസ്ഡ് ഇൻ 3 ways. 3 ഇതാണുള്ളത്. സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താ, നമുക്ക് ടീച്ചേഴ്സ് പ്രധാന അധ്യാപകർ ഇങ്ങനെ എന്താ പറയാ ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യണത്, അറിയാത്ത രീതിയിൽ ക്ലാസ് റൂമുകൾ വിസിറ്റ് ചെയ്യണത്, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് വിസിറ്റ് ചെയ്യണത്, കുട്ടികൾ അവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണത് എങ്ങനെയാണ്, ബിഹേവ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു വിസിറ്റ് ചെയ്യണതാണ്. പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. പിന്നത്തെ എന്താ,
പിന്നെ നമ്മൾ ഈ ഒരു സ്കൂൾ നടത്തി കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ഒരു തരത്തിലുള്ള എന്തൊക്കെ മുന്നോട്ട് നമ്മൾ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതിനുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു കോൺഫറൻസ് വെക്കുന്നതിനാണ് മൂന്നാമത്തത്. അശ്വതി സ്നേഹ, മോനെന്താ മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ലേ? ക്ലാസ്സിലാണോ? ഓക്കെ. വേറെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒന്ന് പറയോ? മാം ഞാൻ പറയാം. ആണോ? സൂപ്പർവിഷൻ എന്നത് പ്ലാൻഡ് പ്രോഗ്രാം ആണ്. ടീച്ചേഴ്സ് എപ്പോഴും നല്ലൊരു സൂപ്പർവൈസർ ആയിരിക്കണം. ടീച്ചിങ് ലേണിംഗ് നല്ല രീതിയിൽ ലാക്കാൻ വേണ്ടി സ്കൂളിൽ നല്ലൊരു സൂപ്പർവൈസർ ആവശ്യമാണ്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം HM ആയിരിക്കും സൂപ്പർവൈസർ. ഗുഡ് സൂപ്പർവിഷൻ എല്ലാ ടീച്ചേഴ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കണം. സൂപ്പർവിഷൻ എന്നത് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. 3 വേസിൽ സൂപ്പർവിഷൻ നടത്താം. ഫസ്റ്റ് വണ് സൂപ്പർവിഷൻ ത്രൂ ഒബ്സർവേഷണൽ വിസിറ്റ്. നല്ല ടീച്ചിങ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നറിയാൻ HM വിസിറ്റ് ചെയ്യുന്നു ക്ലാസ്സിൽ. സെക്കൻഡ് വൺ സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ്. HM ഇൻഡിവിജ്വലായി കാര്യങ്ങൾ ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. തേർഡ് വണ് സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്. HM ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഗ്രൂപ്പ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്യുന്നു. ഓക്കേടാ, നമുക്ക് സൂപ്പർവിഷനും മനസ്സിലായി, എത്ര ടെക്നിക്സ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം സൂപ്പർവിഷൻ മനസ്സിലായി, ടെക്നിക്സ് ഉണ്ട് സൂപ്പർവിഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 3 മാർഗങ്ങൾ എന്ന് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് സൂപ്പർവിഷന്റെ പ്രിൻസിപ്പിൾസ് നോക്കാം കേട്ടോ. Supervision is always linked to development of instruction in any schools. അപ്പൊ സൂപ്പർവിഷൻ നടത്തണമെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് ലിങ്ക് ഉണ്ട്. സ്കൂളിന്റെ എന്തൊരു ഡെവലപ്മെന്റ് ആയിട്ടും എന്തൊരു ലിങ്ക് ഉണ്ട്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി പ്രൈമറി എയിം ഓഫ് സൂപ്പർവിഷൻ ഈസ് ടു ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർവിഷൻ സ്വന്തമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ഒരു ടീച്ചറെ പ്രാപ്തയാക്കാനായിട്ട് ഒരു സൂപ്പർവിഷനെ കൊണ്ട് നമുക്ക് പറ്റും. എന്താണ് സ്വന്തമായിട്ട് നിർദ്ദേശങ്ങൾ? നമ്മളിപ്പോ ടീച്ചറാണ്, ടീച്ചറിന്റെ ഭാഗത്ത് നിർദ്ദേശങ്ങൾ ആർക്കാണ് കൊടുക്കാറ്? കുട്ടികൾക്കാണ് കൊടുക്കാറ്. അപ്പൊ എന്നെ നല്ലൊരു എന്താ പറയാ ഒരു സെൽഫ് ഡയറക്റ്റീവ് ആക്കാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നു. സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ. ഒന്ന് അനുപാതം എന്നുള്ള മീനിങ് ആണ്. ചില രണ്ടും ഓരോ പോലെയാണ്, റെസിപ്രോക്കൽ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഗുഡ് സൂപ്പർവിഷൻ ഇസ് എ ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ്. എന്ന് വെച്ചാല് ഒരു നല്ല സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണപരമായും ക്രിയേറ്റീവായിട്ട് ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാനും എല്ലാവരെയും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരു ഗുഡ് സൂപ്പർവിഷന്റെ ഒരു എന്താ പറയാ ഒരു ഫീച്ചർ ആയിട്ട് പ്രിൻസിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഗുഡ് സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ കുട്ടികളിൽ അവരുടെ സ്കിൽസ് നേരത്തെ ഡിസ്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് എന്താണ് ഡിസ്കവർ ചെയ്യാനും അനലൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എ ഗുഡ് സൂപ്പർവിഷൻ ഹെൽപ്സ് ദ ടീച്ചേഴ്സ് ടു ഡെവലപ്പ് സ്കിൽ ഇൻ ഡിസ്കവറിംഗ് ആൻഡ് അനലൈസ് ദ പീപ്പിൾസ് നീഡ്സ്. കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണാനും ആർക്ക് പറ്റും? ഒരു ഗുഡ് സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നു ടീച്ചേഴ്സിന്. Supervision gives the teachers the security and improve the confidence in their capacity to solve the problems. അപ്പോ ചെറിയ നമ്മൾ സൂപ്പർവിഷൻ നല്ല സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഒരു ഫീലിംഗ് ആണ്,
നല്ല സെക്യൂർഡ് ആണ്. അവരുടെ ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യണ ആ ഒരു കപ്പാസിറ്റി, നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആ ക്ലാസ്സിന്റെ അകത്ത് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് എന്താണ് ആ പ്രശ്നം എന്ന് അത് അനലൈസ് ചെയ്യാനും അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കാനും നമ്മളെ ടീച്ചേഴ്സിനെ പ്രാപ്തയാക്കാനായിട്ട് സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിങ്ക്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനും സൂപ്പർവിഷനും ഒരു ലിങ്ക്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഒരു നല്ല ഗുഡ് സൂപ്പർവിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൈമറി എയിം ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചറിന് നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട്, സ്വയം നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പ്രാപ്തിയാക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ പറഞ്ഞത് സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്മെന്റ് ആർ റെസിപ്രോക്കൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരേപോലെ പോകേണ്ടതാണ്. പിന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സൂപ്പർവിഷൻ ആണെങ്കിൽ നമുക്ക് ഭരണപരമായിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള, കോൺട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നമ്മുടെ സ്കൂളിന്റെ അകത്ത് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ കഴിവുകൾ മുൻകൂട്ടി എന്ത് ചെയ്യാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിയാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സൂപ്പർവിഷൻ ഗീവ്സ് ദ ടീച്ചേഴ്സ് ദ സെക്യൂരിറ്റി, നമ്മുടെ സെക്യൂരിറ്റി, ടീച്ചേഴ്സിന്റെ സെക്യൂരിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കപ്പാസിറ്റി ടു സോൾവ് ദ പ്രോബ്ലംസ്, ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം, അതിനെങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം, അതിനെന്ത് നിർദ്ദേശം കൊടുക്കണം എന്നൊക്കെ ഒരു ടീച്ചറിനെ കൊണ്ട് പ്രാപ്തിയാക്കുന്നു. എന്ന് വെച്ചാൽ അത് എടുക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു, അവർ സഹായിക്കാനായിട്ട് സൂപ്പർവിഷൻ ഇത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്, സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ സ്കൂളിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് നമ്മൾ സൂപ്പർവിഷനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചേഴ്സിനെ സെൽഫ് ഡയറക്റ്റീവ് ആക്കുവാൻ ഹെൽപ്പ് ചെയ്യുന്നു. സൂപ്പർവിഷനും കരിക്കുലം ഡെവലപ്മെന്റും തമ്മിൽ എന്താണ് പിരിയാനാവാത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. പിന്നെ ഡെമോക്രാറ്റിക്, ക്രിയേറ്റീവ്, പാർട്ടിസിപ്പേറ്റീവ് ആൻഡ് കോൺട്രിബ്യൂട്ടീവ് ഫംഗ്ഷൻ ആണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നു. സൂപ്പർവിഷൻ കുട്ടികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ കുട്ടികളുടെ ആവശ്യം നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ടീച്ചേഴ്സിന്റെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സ് കോൺഫിഡന്റ് ആവുകയാണ്. ഓരോ പ്രോബ്ലംസ് സ്വയമായിട്ട് നമ്മളൊരു പ്രോബ്ലം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് മുന്നിൽ നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിർദ്ദേശം വെക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ നമ്മുടെ ഒരു കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യണം. പ്രോബ്ലം സോൾവിങ് ഉള്ള ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. ഒന്ന് പ്രിൻസിപ്പിൾസ് കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയാ? ഈ പ്രിൻസിപ്പിൾസ് ഒരാൾ പറഞ്ഞു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മതി. ഞാൻ പറയാം മിസ്സേ. ആൽഫിയ പറഞ്ഞോളാം.
സൂപ്പർവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്കൂളില് എന്തൊക്കെ ഡെവലപ്മെന്റ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ദ പ്രൈമറി ഓഫ് എയിം സൂപ്പർവിഷൻ ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റീവ്. ടീച്ചേഴ്സിന് സെൽഫായിട്ടുള്ള, അതായത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ സൂപ്പർവിഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് സൂപ്പർവിഷൻ കരിക്കുലം ഡെവലപ്മെന്റിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗുഡ് സൂപ്പർവിഷൻ കൊണ്ട് ഡെമോക്രാറ്റിക്, അതായത് ഭരണഘടനാപരമായിട്ടുള്ള ക്രിയേറ്റീവും പാർട്ടിസിപ്പേറ്റീവും ആയിട്ടുള്ള ഡെവലപ്മെന്റിന് അത് സാധിക്കുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സിന് കുട്ടികളിലുള്ള പ്രത്യേക തരത്തിലുള്ള സ്കിൽസ് വർദ്ധിപ്പിച്ചെടുക്കാനും അവരെയും കൊണ്ട് അത് ക്രിയേറ്റീവായിട്ട് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് സൂപ്പർവിഷൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ടീച്ചേഴ്സിന്റെ സെക്യൂരിറ്റി അത് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള കോൺഫിഡൻസും ഇതുകൊണ്ട് സാധ്യമാകുന്നുണ്ട്. ഇത്രയും പോർഷനിൽ ആർക്ക് മനസ്സിലായില്ലേ? സൂപ്പർവിഷന്റെ പ്രിൻസിപ്പിൾസ് വരെ. ഗുഡ് മാനേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. ഇല്ല. ഇതിന്റെ ക്വസ്റ്റ്യൻസ് തന്നോ? ഏതാണ്? നീഡ്സിന്റെ ക്വസ്റ്റ്യൻസ് തന്നില്ലേ? തന്നാ ആരെങ്കിലും? ഇല്ല മിസ്, തന്നിട്ടില്ല. ഇതിലിട്ടിട്ടില്ല, ഗ്രൂപ്പിലിട്ടിട്ടില്ല. തന്നിട്ടില്ല. ആണല്ലേ? പിന്നെ അതൊക്കെ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. പറഞ്ഞു തന്നില്ല അല്ലെ? അവിടെ മുതൽ തരാനുണ്ട്. തൽക്കാലം ഗുഡ് മാനേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ഞാൻ നോട്ട്ബുക്ക് അതിന്റെ എടുത്തിട്ടില്ല, നീഡ്സിന്റെ നോട്ട്ബുക്ക് എടുത്തിട്ടില്ല. അപ്പൊ എല്ലാവരും എഴുതിക്കോ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡാഷ്. ആൻസർ കേട്ടോ. ഞാൻ ചാപ്റ്റർ യൂണിറ്റ് 8 ഗുഡ് മാനേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് തന്നെ കേട്ടോ. ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോ അതിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് 2 ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ബാത്റൂം മാനേഴ്സ്? വിച്ച് ആർ ദ ബാത്റൂം മാനേഴ്സ്? അതില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ എ എന്തൊക്കെയാണ്? ഡോണ്ട് എന്താണ്, പുട്ടിംഗ് വേസ്റ്റ്. എന്തൊക്കെയാണ് ബാത്റൂം മാനേഴ്സ്? അവോയ്ഡ് ഡ്രോയിങ് ഓൺ പിക്ചേഴ്സ് ഓൺ ബാത്റൂം ഡോർ. അത് എ ആണ്. രണ്ടാമത്തത് ബി, പുട്ടിംഗ് വേസ്റ്റ് ആർ ടു ബാഡ്. അങ്ങനെയല്ല, അതന്നെ വിച്ച് ആർ ബാത്റൂം മാനേഴ്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എഴുതാൻ പറ്റുമോ നോക്കി. അതല്ല കേട്ടോ. പ്യുവർ
enough water, wash hands and feet, do not drink the water in bathroom, and all of the above ആണ് ഓപ്ഷൻ കേട്ടോ. എന്തൊക്കെയാണ്? For enough water, wash hands and feet after bathroom, do not drink the water in the bathroom. all of the All above. of the above. all of the above എന്ന് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ആൻസർ കൊടുക്കണം? ഓൾ ഓഫ് ദ എബോവ് കൊടുക്കേണ്ടത്. ഈ 3 പോയിന്റും ഞാൻ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ. For enough water, wash the hands and feet after bathroom. Do not drink the water in bathroom. ടൈപ്പ് ചെയ്തിട്ട് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കാര്യം ചെയ്യാം. ഈ ഗുഡ് മാനേഴ്സിന്റെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ സൂപ്പർവിഷന്റെ ക്വസ്റ്റ്യനും കൂടെ ഒരുമിച്ചില്ല. കാരണം ഗുഡ് മാനേഴ്സിന് അധികം ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഇല്ല. 1-2 ക്വസ്റ്റ്യൻസേ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോ രണ്ടും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാം? ഇടാട്ടോ. ഗുഡ് മാനേഴ്സിന്റെ ഏതും സൂപ്പർവിഷന്റെ റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യനും കൂടെ ഒരുമിച്ച് തരാം. ഓക്കെ. അവരുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. Who should watch the students? Who should watch the students? Watch the students. Who should watch the students to have good manners, good general manners. ആരാണ് എന്തുള്ളത് നല്ല മാനേഴ്സ് ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്യുന്നത്? ആരാണ്? ടീച്ചേഴ്സ്. അതെ, ടീച്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യണേ കേട്ടോ. അത് എഴുതിയെടുത്തേക്ക്. Who should watch the students to have general manners. അടുത്ത ക്വസ്റ്റ്യൻ. When the command given by teachers comma when the command given by teachers the command given by teachers. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസേ വരാനുള്ള ചാൻസ് ഉള്ളൂ. 2-3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഈ ചാപ്റ്ററിന് വരുന്നത്. ഇനി when man is a social animal,
So he has to adjust with the adjust with the മിസ് ഒന്നുകൂടെ പറയാം അതുപോലെ. when man is a social animal, so he has to adjust with the everybody in dash. Everybody in dash. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്നത് സോഷ്യൽ അനിമൽ ആണ്. അപ്പൊ അദ്ദേഹം ആരൊക്കെയായിട്ട് എവരിബഡി ഇൻ ഡാഷ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അവർ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇൻ സൊസൈറ്റി എന്നുള്ള ആൻസർ ആണ് വന്നത്. ഇൻ സൊസൈറ്റി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയോ? ആദ്യം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. when a man is a social animal, so he has to adjust with the everybody in dash. അത് ഞാൻ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ ഒന്ന് ഇട്ടാണ്. എന്തൊരു ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് റെക്ടിഫൈ ചെയ്തിട്ട് എന്തായാലും എക്സാമിന് ഇടുള്ളൂ കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ഇടുള്ളൂ. മാം നമ്മളെ 4th ക്വസ്റ്റ്യൻ പറഞ്ഞ വെൻ ദ കമാൻഡ് ഗീവൺ ബൈ ടീച്ചേഴ്സ് പിന്നെ കോമ കഴിഞ്ഞ് പിന്നെ ബാക്കി പറഞ്ഞായിരുന്നു മാം. എനിക്ക് മിസ്സായി പോയതാന്ന് തോന്നുന്നു. അതിന് പകരം ഞാനത് വിട്ടു. അത് വേണ്ടാന്ന് പറഞ്ഞു. ആണോ? ഓക്കെ ഓക്കെ. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് കറക്റ്റ് ആയിട്ട് ശരിയായില്ല. 3 ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുള്ളൂ ഈ ചാപ്റ്ററിൽ. അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ 5 എണ്ണം ആക്കാന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷെ ശരിയാവില്ല. അതുകൊണ്ട് പിന്നെന്താ കുറെ നാളായില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തിട്ട്. അല്ലേ? ഇനി 14 കൂടി ഇല്ല നമുക്ക്. എന്താ പറയാ 2 ചാപ്റ്റർ കൂടെ അല്ലേ ഉള്ളൂ ഈ പാർട്ടിൽ. പാർട്ട് 4 എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? ഗുഡ് മാനേഴ്സ്, ഞാനിപ്പോ എടുത്തോണ്ടിരിക്കുന്ന സൂപ്പർവിഷൻ, പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ്. ഈ 3 ചാപ്റ്റർ ആണോ ഉള്ളത് തീർക്കാനായിട്ട്? നോക്കിയിട്ട് പറയോ? സൂപ്പർവിഷൻ കഴിഞ്ഞിട്ട് പിന്നെ മാൻ ആൻഡ് എൻവയോൺമെന്റ് മാത്രമേ ഉള്ളൂ 4th മൊഡ്യൂളിൽ. ഏതൊക്കെയാണ്? ഇല്ല, എൻവയോൺമെന്റിന്റെ ഇത് കഴിഞ്ഞിട്ട് അല്ല, സൂപ്പർവിഷൻ കഴിഞ്ഞിട്ട് മാൻ ആൻഡ് എൻവയോൺമെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞല്ലേ? ഇല്ല മാം, കഴിഞ്ഞിട്ടില്ലല്ലോ. സ്കൂൾ മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും അശ്വതി മിസ് എടുത്തു. പിന്നെ കമ്മ്യൂണിക്കേഷൻ എടുത്തോണ്ടിരിക്കുന്നു അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എടുത്തിട്ടില്ല. ഡെവലപ്മെന്റ്, പ്രൊഫൈൽ, സ്ട്രക്ചർ ഓഫ് എ ക്ലാസ് റൂം, പ്രോഗ്രാം ഡെവലപ്പിംഗ് ആൻഡ് വാല്യൂസ്, വേരിയസ് സയൻസ് ചാപ്റ്റേഴ്സ് ഉണ്ട് തീരാനായിട്ട്. കുഴപ്പമില്ല. നമുക്കും നോക്കിട്ട് ഞാൻ പറയാട്ടെ എന്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ളത്. 8, 9, 10 ആണ് എന്റെ ചാപ്റ്റേഴ്സ്. ബാക്കി നോക്കിയിട്ട് ഞാൻ പറയാം ഏതൊക്കെ എടുക്കാനുള്ളത്. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ടൊക്കെ പാടോ? ആരുമില്ല. ഇനിയിപ്പോ നമ്മള് ഇത്രയും നാൾ ഒരുമിച്ച് ഒരു 6 മാസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു പാട്ടൊക്കെ പാടാത്ത അറിഞ്ഞിരിക്കും. ആരും പാടൂല അല്ലെ? ആരും പാടൂല? പാട്ടൊന്നും പാടൂലേ? അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല. ഞാൻ കേട്ടിട്ടുണ്ടല്ലേ ഈ ബാച്ചിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടെന്ന്.
4 നിന്നാണ് 5 നിന്നാണ് പറഞ്ഞുകൂടാ. എന്താണ് ആരൊന്നും ഇടാതിരിക്കണേ? അതെ, എന്നോട് സഡൻ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് പറഞ്ഞത്. ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച പോർഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചാപ്റ്ററിന്റെ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണേ ക്ലാസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വല്ല റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ആർക്കെങ്കിലും പാട്ട് പാടാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ, പാട്ടൊക്കെ പാടാം. മുനീന അല്ലേ? പാട്ട് പാടൂലടാ? പാട്ടൊന്നും പാടില്ല, ബാത്റൂമിൽ മാത്രം പാടുള്ളൂ. അപ്പൊ എന്നെ പോലെയാ. ഓക്കെ, എന്തെങ്കിലും ആരെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഇനി ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് പറഞ്ഞുതരാം. റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആയത് നിങ്ങളുടെ? ഇല്ല മാം. എത്രാമത്തെ റെക്കോർഡായി? സെക്കൻഡ് റെക്കോർഡും തേർഡ് റെക്കോർഡും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റോറിയും റൈമിംഗ് ബുക്കും കഴിഞ്ഞു? കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. കളക്ഷൻ ബുക്ക് എല്ലാവരും ഓക്കെ ഉണ്ട്. കളക്ഷൻ ബുക്ക് കഴിഞ്ഞു, സ്റ്റോറിയും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം. അതിൽ ആൽഫബറ്റിക് സോങ്സ് ഒക്കെ എഴുതാനില്ലേ? നമ്മളതൊക്കെ ചെയ്തതല്ലേ ഇവിടെ ആക്ടിവിറ്റി ആയിട്ട്? അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ ആക്ടിവിറ്റി എന്നല്ല, ഗുഡ് മാനേഴ്സ് അടുത്ത ദിവസം ചെയ്യേണ്ടതാണ്. അടുത്ത ദിവസം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഗുഡ് മാനേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറി പറയാൻ പറ്റുമോ? ഷോർട്ട് സ്റ്റോറി, ചെറിയൊരു കഥ. അതിൽ ഗുഡ് മാനേഴ്സ് ഇൻക്ലൂഡ് ആയിരിക്കണം. തേർഡ് മൊഡ്യൂൾ ആയിട്ടില്ല കുട്ടികളെ. അത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം കഴിഞ്ഞിട്ട് തേർഡ് മൊഡ്യൂൾ വരുള്ളൂ. അത് പിന്നെ കൂടുതലായിട്ട് നമുക്ക് തിയറി ആയിട്ടൊന്നും പഠിക്കാനുള്ളതല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇടയിരിക്കും. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്, ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ്. എന്താണ്? ഗുഡ് മാനേഴ്സ് വന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി. വെച്ചാല് നമുക്ക് ആ ഒരു സ്റ്റോറി കേട്ട് കഴിയുമ്പോ ഇതാണ്, ഇന്ന മാനേഴ്സ് ആണ്, ഇതൊരു ഗുഡ് മാനേഴ്സ് എനിക്ക് ആ സ്റ്റോറിയിൽ നിന്ന് കിട്ടണം എന്നുള്ള രീതിയിലുള്ള സ്റ്റോറി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എന്താ പ്രസന്റ് ചെയ്യണോ കേട്ടാ? നമ്മള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണോ മാം? അതല്ല ഇവിടെ നിങ്ങൾ റെഫർ ചെയ്താലും മതി? വേണ്ട, ഒരുപാട് അങ്ങനത്തെ സ്റ്റോറീസ് നമുക്ക് അവൈലബിൾ ആണല്ലോ, കിട്ടുമല്ലോ, കേട്ട് അറിവുള്ളതുണ്ടല്ലോ. അപ്പൊ അത് ഏതെങ്കിലും മതി. അതായത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്നോട് പറയണം, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്താണ് മിസ് ചെയ്യുന്നത് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. താങ്ക് യു മാം. സൈൻ ഔട്ട് പറയാറുണ്ടോ? ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം.